മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽസലാം 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 ലാൽസലാം. വ്യത്യസ്ത വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ്, കാരടുക്ക, മഞ്ചേശ്വരം, കുമ്പള ഏരിയകളത്തെ നിർമ്മാണ മേഖലയിലെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും ആകെ ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വിശാലമായൊരു സെമിനാർ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ച അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടുള്ള ഒരു സെമിനാറാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് സി രാമചന്ദ്രനാണ്. ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെ ഞാൻ ആദ്യമായി ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വിഷയം അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവും മുൻ വേർഡ്ക ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമൊക്കെയായി ആസൂത്രണ സമിതി അംഗമൊക്കെ ആയിട്ടുണ്ടായിരുന്ന സഖാവ് സി രാമചന്ദ്രനാണ്. സഖാവ് സി രാമചന്ദ്രനെ അതിൻ്റെ ഭാഗമായി നടക്കുന്ന 6 സെമിനാറുകളിലൊന്നാണ് ഞങ്ങൾ ഈ കാസർഗോഡ് മേഖലയിൽ. ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് സി രാമചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ഒന്ന്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, വർത്തമാനങ്ങൾ, നമ്മുടെ വായന, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബോധത്തെ സ്വാധീനിക്കുന്നത്. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, മാനവകുലം എന്നുള്ള നിലക്ക് നമ്മുടെ ഈ ഒരു ബോധം പൊതുബോധമായി മാറുമ്പോഴാണ് അത് സമൂഹത്തിൻ്റെ ഒരു നൈരന്തര്യത്തിലേക്ക് ഈടുറ്റ ചുവടുവയ്പ്പുകൾ നൽകുന്ന പ്രസ്ഥാനമായി മാറുന്നു. അതൊരു ഭൗതിക ശക്തിയായി മാറുന്നു. ഒരാശയം, ബോധം രൂപപ്പെടുന്നു. ആ രൂപപ്പെട്ടു വരുന്ന ബോധത്തിലാണ് നാം ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, സമൂഹജീവി എന്നുള്ള നിലക്ക് സമൂഹത്തിൽ ഇടപെടുന്നു. പരിഷ്കൃതരായ മനുഷ്യർ അങ്ങനെയാണ് നാളിന് വരെയുള്ള മാനവകുലത്തിൻ്റെ ഒരു ചരിത്രത്തിൽ നടന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളുടെയും പ്രേരക ശക്തി ഈ ഒരു പൊതുബോധമാണ്. അതൊരു കൂട്ടം മനുഷ്യരുടെ ബോധമായി മാറുമ്പോൾ അതിനൊരു സംഘടിത ശക്തിയാവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തൊഴിലാളികൾ എന്നുള്ള ഒരു ബോധം, ആ ബോധമാണ് അവരുടെ ഒരു സംഘടിത ശക്തിയായി മാറുന്നത്. ഇങ്ങനെ ലോകത്തും മാറ്റം വന്നിട്ടുള്ളത്. ആ പൊതുബോധത്തെ നമ്മൾ കാണുന്ന പോലെ കണ്ട കാഴ്ചകൾ, കേൾക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ വസ്തുതകൾ നമ്മളെ സ്വാധീനിക്കുന്നു. അത് നമ്മളെ ഒരു ശരിയായ നിലപാടിലേക്ക് ചെയ്യുന്നു. എന്നാൽ പുതിയ കാലത്ത് സത്യാനന്തര കാലം എന്ന് പറയും. സത്യാനന്തര കാലം എന്ന് അറിയാതെ സത്യമില്ലാതെ ഒരു കാലമാണിപ്പോൾ. സത്യാനന്തര കാലത്ത് ഒരു കാര്യം, അത് പച്ചക്കള്ളമായിരിക്കാം. ആ പച്ചക്കള്ളം സത്യമാണെന്ന് ആളുകളെ ധരിപ്പിക്കുന്നതിന് നിരന്തരമായ പ്രചരണം വഴി സാധിക്കും. നമ്മൾ സാധാരണ നാട്ടുപുറത്ത് ഈ പൊതുബോധ നിർമ്മിതിയെ അപനിർമ്മിക്കാം എന്ന് പറയുന്ന വിഷയത്തെ അത്ര വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് നിങ്ങൾ കാണുന്നില്ല. ഒരൊറ്റ ഒരു പ്രയോഗം ഞാൻ
നീ പറഞ്ഞ് ആടിനെ പട്ടിയാക്കരുത് എന്ന് പറയും. പറഞ്ഞ് ഒരാടിനെ പട്ടിയാക്കില്ല. നമ്മൾ കേട്ടിട്ടില്ലേ ഗീബൽസിയർ സിദ്ധാന്തം? ഗീബൽസ് ജർമ്മനിയിലെ ഒരു മിനിസ്റ്ററായിരുന്നല്ലോ. ആ മന്ത്രി അദ്ദേഹം പറഞ്ഞത് ഒരു കള്ളം ആവർത്തിച്ചു പറഞ്ഞാൽ ആ കള്ളം സത്യമായിട്ട് വരും എന്നത് ഒരു പ്രചരണ തന്ത്രമായിരുന്നു, ഗീബൽസിന്റെ തന്ത്രം. അതാണ് നമ്മൾ പറയാം. ചില സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് പറയില്ലേ ഗീബൽസിയൻ തന്ത്രം എന്ന് പറയും. അപ്പൊ അത് യഥാർത്ഥത്തിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്നതല്ല. അത് നമുക്ക് ആ പൊതുബോധത്തെ അപനിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ബോധത്തെ അപനിർമ്മിച്ച് അത് എത്രമേൽ വിനാശകാരിയായ പുരോഗതിക്ക് വിരുദ്ധമായി ഇടപെടാൻ കഴിയുന്ന ഒരു മൂവ്മെൻ്റാക്കി മാറ്റാം എന്നുള്ളതിന് ഈ പുതിയ കാലത്ത് അതിനെ എല്ലാവരും പറയുന്നത് സത്യാനന്തര കാലമാണ്. ആ സത്യാനന്തര കാലത്ത് ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളത് ഒട്ടേറെ അനുഭവങ്ങൾ നമുക്കുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇപ്പം ഏറ്റവും അധികം പൊതുബോധം നിർമ്മിക്കാൻ, പൊതുബോധത്തെ നിർമ്മിക്കുകയോ അപനിർമ്മിക്കുകയോ ചെയ്യുന്നത് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ നമ്മുടെ പൊതുബോധത്തെ സ്വാധീനിക്കുന്നത് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. ഇല്ലെങ്കിൽ അതിനെ നമ്മളെല്ലാം കൂടി ഒരു പരിഷ്കരിച്ച പേരിൽ പറയാം മാധ്യമങ്ങൾ, അല്ലേ? മാധ്യമങ്ങൾ കുറേ വർഷം മുമ്പ് നമ്മുടെ ടെലിവിഷൻ്റെ ഒന്നും അതിപ്രസരം വന്നിട്ടില്ലാത്ത കാലത്ത് പത്രമാധ്യമങ്ങളായിരുന്നു. ഇതിപ്പോൾ ദൃശ്യമാധ്യമങ്ങളാണ്. ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളെ ഉള്ളൂ ഇപ്പോൾ. അല്ല, വേറൊരു കൂട്ടർ കൂടി വന്നു. ആരാണത്? ഞാൻ മാത്രം അവിടെ പ്രസംഗിച്ചു കൊണ്ടത്, സെമിനാറായതുകൊണ്ട് പറഞ്ഞത്. സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങൾ കൂടി വന്നിരിക്കുന്നു. അപ്പം മനുഷ്യരെ കേന്ദ്രീകരിച്ച് ആശയം ഉൽപ്പാദിപ്പിക്കാൻ, ആശയം നിർമ്മിക്കാൻ, ആശയത്തെ സ്വാധീനിക്കാൻ, ആശയത്തെ വഴിതിരിച്ചുവിടാൻ, ഇങ്ങനെ പുതിയ മാർഗങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ കൊണ്ടുപിടിച്ച് ശ്രമം നടത്താൻ പറ്റുന്ന ഏറ്റവും പുതിയ കാലത്തിൻ്റെ ഒരു ആയുധമാണ് ഏത്? മാധ്യമങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ഗൗരവമായി ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ കേന്ദ്രം. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. തീവെയിലിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം സാക്ഷിയായി, പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ. തീവെയിലിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം സാക്ഷിയായി, പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ. തീവെയിലിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ,
പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.